പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പാകെ ദൈവത്തിൻ്റെ വചനവുമായിട്ട് വരുവാൻ കർത്താവ് ഒരുക്കിത്തുന്ന വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് പഴയ നിയമത്തിലെ ഒരു വേദഭാഗമാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം. 30-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാനാണ് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. പ്രത്യേകിച്ച് ഞാൻ ആ വേദഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടവുമായി ആ വേദഭാഗത്തിന് അല്ലെങ്കിൽ അതിനകത്തെ ചിന്തകൾക്ക് ഒരു വലിയ ബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് നമുക്കറിയാം, ആ 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായത്തിലെ വിഷയം ദാവീദിന്റെ കുടുംബത്തെ, തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ കുടുംബത്തെയും അവരുടെ സമ്പത്തിനെയും അവർക്കുണ്ടായിരുന്ന നന്മകളെയും ഒക്കെ അമാലേക്യർ എന്ന ശത്രു സൈന്യം വന്ന് ആക്രമിച്ച് അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോയി. ഈ പിടിച്ചുകൊണ്ടുപോയി അവർ താമസിച്ചിരുന്ന പട്ടണം ചുട്ടുകളഞ്ഞു. ദാവീദ് തിരികെ വന്ന് നോക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥ. തൻ്റെ കുടുംബം അപഹരിക്കപ്പെട്ടിരിക്കുന്നു, പട്ടണം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു വലിയ പശ്ചാത്തലം കാണുന്ന ദാവീദ് എങ്ങനെ നഷ്ടപ്പെട്ടു പോയ അവരെ തിരികെ നേടിയെടുക്കാം എന്ന് ചിന്തിക്കുന്നതും അവരെ തിരികെ നേടിയെടുക്കുന്നതുമാണ് ഇതിലെ സംഭവം എന്ന് പറയുന്നത്. എന്താണ് ഇന്നത്തെ നമ്മുടെ കാലഘട്ടവുമായി ഇതിനുള്ള ബന്ധം എന്ന് ഞാൻ ചിന്തിക്കുവാനിടയായി. എനിക്ക് മനസ്സിലായ, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലേക്ക് വന്ന ചിന്ത, ഒരുപാട് നഷ്ടം ദൈവത്തിൻ്റെ സഭയ്ക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർ പലരും വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ശത്രു പലരെയും അപഹരിച്ചിരിക്കുന്നു, അവരുടെ ഉള്ളിലെ വിശ്വാസത്തെ കവർന്നിരിക്കുന്നു. നമ്മുടെ കൂടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നവരും, ഒരുപക്ഷെ നമ്മുടെ കൂട്ടങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുവെന്ന് തോന്നുന്നവരും പലരും ദൈവത്തോട് അകന്ന് ജീവിക്കുന്നവരുണ്ട്. ഒരുപാട് പേർ. പലരുടെയും ഹൃദയത്തെ പിശാച് അപഹരിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് ദൈവത്തിൻ്റെ സഭ കടന്നു പോകുന്നത്, അനേക കുടുംബങ്ങൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായി എനിക്ക് ഒരുപാട് പേർ അയച്ച മെസ്സേജുകൾ, അവരുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിട്ടുള്ളവർ, ആത്മീയ ആരാധനയിൽ പോകുവാൻ മനസ്സില്ലാതെ നിൽക്കുന്നവർ, ഒരുപാട് പേർ ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ശത്രു അനേകരെ അപഹരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന നമുക്ക് ഈ വേദഭാഗത്തു നിന്ന് ചില ആത്മീക ചിന്തകൾ പഠിക്കാനുണ്ട്. നാം വളരെ സന്തോഷകരമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദാവീദ് തൻ്റെ കുടുംബത്തെ, പ്രിയമുള്ളവരുടെ കുടുംബത്തെ, നഷ്ടമായ സമ്പത്ത്, എല്ലാ കാര്യങ്ങളെയും പിശാച് അല്ലെങ്കിൽ അമാലേക്യർ അപഹരിച്ചു കൊണ്ടുപോയതെല്ലാം ദാവീദ് മടക്കിയെടുത്തതായിട്ട് നാം ആ വേദഭാഗത്ത് വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതൊരു വലിയ സന്തോഷകരമായ വാർത്തയാണ്. അത് വിളിച്ചു പറയുന്നൊരു ദൂതുണ്ട്. നഷ്ടങ്ങളെല്ലാം മടക്കി പ്രാപിക്കുവാൻ നമുക്കിടയാകും. നമ്മുടെ തലമുറകൾ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നാം ഈ ദിവസങ്ങളിൽ ഈ വചനം നമ്മൾ ചിന്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ നഷ്ടങ്ങൾ നമുക്ക് മടക്കി എടുക്കുവാൻ പറ്റും. അതുകൊണ്ട് തുടർന്നുള്ള സമയം എല്ലാവരും ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കണം. നമുക്ക് ഒരുമിച്ച് ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കാം. ഞാൻ അതിൻ്റെ ആമുഖമായിട്ട് വായിക്കുന്ന വാക്യം 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ദാവീദ് വലിയ കഷ്ടത്തിലായി. പ്രൈസ് ദി ലോർഡ്. ദാവീദ് വലിയ കഷ്ടത്തിലായി.
ജനത്തിൽ ഓരോരുത്തന്റെ ഹൃദയം താൻ തന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. അടുത്ത വാക്യം, ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. കഷ്ടത്തിലായി എന്ന് ദാവീദിനെ കുറിച്ച് പറയുന്നു. എന്നാൽ അതേ വാക്യത്തിന്റെ അവസാനം ദാവീദോ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. പ്രതിസന്ധിയുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, കഷ്ടങ്ങളുടെ നടുവിൽ ദാവീദ് ധൈര്യപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഈ നഷ്ടങ്ങളെ സംബന്ധിച്ച്, പ്രതിസന്ധികളെ കുറിച്ച് നമ്മുടെ മനോഭാവം എന്തായിരിക്കണം, എങ്ങനെ നമുക്കിത് പരിഹരിക്കാൻ പറ്റും. സ്തോത്രം. നമ്മൾ ഈ പശ്ചാത്തലത്തിലേക്ക് പോവുകയാണ്. 1 ശമൂവേൽ 30-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, ദാവീദും അവന്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗിലെത്തിയപ്പോൾ അമാല്യക്യർ തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ച് അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. 3-ാം വാക്യം, ദാവീദ് അവന്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീ വെച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രിമാരെയും അടിമകളാക്കി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ കാഴ്ച കാണുകയാണ്. ആ ദേശം ചുട്ടുകളഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ടവരെയെല്ലാം അടിമകളാക്കി കൊണ്ടുപോയിരിക്കുന്നു. ദാവീദും കൂടെയുള്ളവരും വന്ന് കാണുമ്പോൾ വളരെ ദുഃഖകരമായ ഒരു കാഴ്ച കണ്ടു. ഞാനിന്ന് ആദ്യമായി നിങ്ങളോട് പറയുന്ന ദൂത്, നഷ്ടങ്ങളെ നാം കാണുക എന്നുള്ളതാണ്. ജീവിതത്തിൽ വന്നുപോയ തകർച്ചകളെ കാണാനുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. ദാവീദ് മടങ്ങി വന്നു, കണ്ടു, നഷ്ടത്തെ അവൻ കണ്ടു. ഞാനിത് പറയാനുള്ള താല്പര്യം, ഇന്ന് പലരും നഷ്ടങ്ങളെ കാണുന്നില്ല. സ്തോത്രം. നഷ്ടങ്ങൾ സംഭവിച്ചെന്നവർ അറിയുന്നില്ല. അതിന് കാരണം എന്താണെന്നറിയാമോ? സിക്ലാഗിൽ സംഭവിച്ചതുപോലെ അക്ഷരികമായി തലമുറകളെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നന്മകളെ ശത്രു അപഹരിച്ചു കൊണ്ടുപോയതായിട്ട് തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ തന്നെ പ്രിയപ്പെട്ടവരുണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫോൺ വിളിക്കപ്പുറത്തവരുണ്ട്. നമ്മൾ നോക്കുമ്പോൾ അവരെല്ലാം നമ്മുടെ ഒപ്പമാണ്, കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാ മാസവും പൈസ തരുന്നുണ്ട്. കുഞ്ഞുങ്ങൾ നല്ല ജോലിയിലാണ്, അവരെല്ലാം നല്ല നിലയിലാണ്, അവരെല്ലാം കണ്ണിന് മുമ്പിലുണ്ട്. അല്ലെങ്കിൽ ഒരു വിളിപ്പുറത്തുണ്ട്, ചില കിലോമീറ്ററുകൾക്കപ്പുറമാണെങ്കിലും അവരെല്ലാവരും ഉണ്ട്. ആവശ്യത്തിന് സാമ്പത്തിക അനുഗ്രഹങ്ങളൊക്കെ തരുന്നുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം, അവർ ദൈവത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നുവോ എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ്. അത് കാണുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അവരുടെ ആത്മീക നിലവാരത്തെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല. അവരും ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് കിടക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ആവലാതിയില്ല. ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ അറിഞ്ഞാലും അതൊന്നും സാരമില്ല. സാമ്പത്തികമായ നന്മകളൊക്കെ തരുന്നുണ്ടല്ലോ, നന്മകളൊക്കെ ഉണ്ടല്ലോ, അവർ കുഴപ്പമില്ലാതെ ജീവിക്കുന്നല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് ഒരു വലിയ വിഭാഗം. പ്രൈസ് ദി ലോർഡ്. അവരുടെ ആത്മീക നിലവാരത്തെക്കുറിച്ച് ഒരു വ്യാകുലവും ഇല്ലാത്ത മാതാപിതാക്കൾ ഒരുപാട് ഈ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. അവിടെ ആത്മീകം ഇത്തിരി കുറഞ്ഞാലും, ദൈവത്തോടുള്ള ബന്ധം ഇത്തിരി കുറഞ്ഞാലും അവരെല്ലാം നല്ല നിലയിൽ പോകുന്നുണ്ട് എന്നത് മാത്രമാണ് കണക്ക് കൂട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, അവർ നിങ്ങൾക്ക് ഭൗതികമായി നഷ്ടപ്പെട്ടോ എന്നുള്ളത് അതിനേക്കപ്പുറമായി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ദൈവത്തിന് നഷ്ടപ്പെട്ടോ എന്നത് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്കൊരു ആത്മീക കാഴ്ചപ്പാടുണ്ടാകണം. ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ചിന്തിക്കുവാനും വളരെ ധ്യാനിക്കുവാനും ഇവിടെയായി. എത്ര സത്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ എത്രയോ പേര് ആത്മീകമായി അധപ്പതിച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കുന്നവരായിട്ടോ ആത്മീയ കാര്യങ്ങൾക്ക് താല്പര്യമുള്ളവരായിട്ടോ തീരുന്നില്ല. പക്ഷേ അവർ മിടുക്കരാണ്, പഠിക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആത്മീകമായി അവർ പരാജയപ്പെട്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? സ്തോത്രം. അമാല്യക്യർ ദാവീദിന്റെ കുടുംബത്തെ, പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളെയൊക്കെ അപഹരിച്ചതുപോലെ ശത്രു
നമ്മുടെ പ്രിയപ്പെട്ടവരെ അപഹരിച്ചിരിക്കുന്നു. പിശാച് കുടുംബങ്ങളെ അപഹരിച്ചിരിക്കുന്നു. അല്ലെ, മതങ്ങളും സ്തോത്രം ചിന്തകളും ദൈവത്തിന് വിരോധമായിട്ടുള്ള സകല കാര്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നു. സ്തോത്രം, ലോകം വല്ലാതെ കുഞ്ഞുങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നു. തെറ്റായ ഉപദേശങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ആക്രമിച്ചിരിക്കുന്നു. എത്രയെത്ര വാർത്തകളാണ് നമ്മൾ കാണുന്നത്. വിശ്വാസത്തിൽ നിലനിൽക്കാതെ തലമുറകൾ പോയിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ അറിയുന്നില്ല. സ്തോത്രം, ഇത് കാണുവാനുള്ള കാഴ്ചപ്പാട് ദൈവത്തിന്റെ ജനത്തിന് പലർക്കുമില്ല. എന്നാൽ ഒരു ചുരുങ്ങിയ പക്ഷം ഇത് കാണുന്നുണ്ട്. അവർ ദൈവത്തോട് നിലവിളിക്കുന്നുണ്ട്. എന്നാൽ മഹാഭൂരിപക്ഷം ആ നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്റെ തലമുറ ആത്മീകമായി നിൽക്കുന്നുണ്ടോ, അതോ ശത്രു അവരുടെ ഹൃദയത്തെ അപഹരിച്ചുവോ, ലോകം അവരെ വശീകരിച്ചുവോ, ലോകത്തിലെ ചിന്താഗതികൾ അവരെ സ്വാധീനിച്ചുവോ? പ്രൈസ് ദി ലോർഡ്. തെറ്റായ കാര്യപരിപാടികളിലേക്കാണോ അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇത് കാണണമെങ്കിൽ ഒരാത്മീക ദർശനം, ഒരാത്മീക കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. അതുകൊണ്ട് ആദ്യം എനിക്ക് പറയാനുള്ള ദൂത് നഷ്ടങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടതിനെ തിരിച്ചറിയുക. ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായാൽ ആ നഷ്ടം എത്ര വലുതാണെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ മാത്രമേ അടുത്ത പടിയിലേക്ക് നിങ്ങൾ കടക്കുകയുള്ളൂ. ആദ്യം അതുകൊണ്ട് നഷ്ടം തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തോട് അടുക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ നഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ നഷ്ടം കാണുവാനുള്ള കണ്ണ് ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാ. നഷ്ടം തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. ദാവീദ് നോക്കി മനസ്സിലായി പ്രിയപ്പെട്ടവരൊക്കെ നഷ്ടമായിരിക്കുന്നു. സ്തോത്രം. ആ നഷ്ടത്തെ, ഒരു വലിയ നഷ്ടത്തെക്കുറിച്ചുള്ള ബോധ്യം ദാവീദിന് ഉണ്ടാകുകയാണ്. അപ്പൊ അതാണ് ആദ്യം ഉണ്ടാകേണ്ടത്, നഷ്ടങ്ങൾ തിരിച്ചറിയുക. രണ്ടാമത്തെ കാര്യം, നഷ്ടം ബോധ്യമായാൽ നമ്മിൽ നിന്നുണ്ടാകുന്ന സ്വാഭാവികമായ ഒരു ഒരു പ്രതികരണമുണ്ട്. സ്വാഭാവിക പ്രതികരണം. അതാണ് 4-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അപ്പോൾ ദാവീദും ജനവും കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുകയാണ്, ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. നഷ്ടത്തെ ഓർത്ത് കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നഷ്ടത്തെ ഓർത്ത് കരഞ്ഞു. നഷ്ടപ്പെടുന്ന തലമുറയെ ഓർത്ത് കരയുകയാണ്. നഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് കരയുകയാണ്. പിശാച് അപഹരിച്ചു കൊണ്ടുപോകുന്നവരെ ഓർത്ത് കരയുകയാണ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആദ്യം എന്താ വരണ്ടെന്നറിയാമോ? ആ നഷ്ടത്തെ ഓർത്ത് കരയണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്ര. കുഞ്ഞുങ്ങൾ ആത്മീകമായിട്ട് മുന്നോട്ട് വന്നില്ലെങ്കിൽ സാരമില്ല എന്ന് ചിന്തിക്കുന്നവരല്ല ഉണ്ടാകേണ്ടത്. അവരെ ഓർത്ത് കരയുവാൻ ഇടയാകട്ടെ. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ഓർത്ത് കരയുവേൻ. ഇന്ന് വചനം കേൾക്കുന്ന അനേക മാതാക്കൾ, അനേക പിതാക്കന്മാർ ഒരുപക്ഷെ കരയുന്നവരുണ്ടായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതിന് സ്തോത്രം, ദൈവം നിങ്ങൾക്ക് കരയുവാൻ കൃപ തരുന്നതിനായിട്ട് സ്തോത്രം. കാരണം ഈ കണ്ണുനീരിന് ഒരു മറുപടി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർ മടങ്ങി വരണമെങ്കിൽ, അവരെ മടക്കി വരുത്തണമെങ്കിൽ ആദ്യം നമ്മിൽ ഉണ്ടാകേണ്ടത് കരയുക എന്നുള്ളതാണ്. നിലവിളിക്കുക. അവിടെ കരഞ്ഞ പദത്തിൽ എഴുതിയിരിക്കുന്നത്, അവർ കൂടെയുള്ള ജനവും ബലമില്ലാതാകുവോളം ഉറക്ക കരഞ്ഞു, വാവിട്ട് നിലവിളിക്കുകയാണ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ ദൈവസന്നിധിയിൽ ചിലത് പ്രാപിച്ചെടുക്കണമെങ്കിൽ, ശത്രുവിന്റെ കരത്തിൽ ചിലതിനെ പിടിച്ചെടുക്കണമെങ്കിൽ, അല്ലെ ശത്രുവിന്റെ കരത്തിൽ ചിലത് രക്ഷിച്ചെടുക്കണമെങ്കിൽ ആദ്യത്തെ പടി എന്ന് പറയുന്നത് നിലവിളിച്ച് കരയുക എന്നുള്ളതാണ്. ജനം കരഞ്ഞാൻ തയ്യാറായാൽ, ജനം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ജനം ഉറക്ക നിലവിളിക്കാൻ തയ്യാറായാൽ, സ്തോത്രം, ജീവിതത്തിൽ തകരുന്ന തലമുറയെ ഓർത്ത്, നഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത്, അല്ലെ ശത്രു അപഹരിച്ചിരിക്കുന്നവരെ ഓർത്ത്, നഷ്ടപ്പെടുന്നവരെ ഓർത്ത് നിലവിളിക്കുവാൻ, കരയുവാൻ ദൈവജനം തയ്യാറായാൽ കണ്ണുനീരിന് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. അവർ ബലമില്ലാതാകുവോളം ഉറക്ക കരഞ്ഞു. രണ്ടാമത്തെ കാര്യമാണ് ഉറക്കക്കരയുക. ഒത്തിരി തെളിവുകൾ വേദപുസ്തകത്തിലുണ്ട്. അവൻ കരഞ്ഞതിന്, ദൈവമുമ്പാകെ നിലവിളിച്ചതിന്. സ്തോത്രം. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. അന്ന് സഭയൊക്കെയും ഉറക്കെ നിലവിളിച്ചു. ആ രാത്രി മുഴുവനും അവൻ നിലവിളിക്കുവാനിടയായി. അതിന് കാരണം ഒരു അനാക്യ മല്ലന്മാരെ കുറിച്ച് കേട്ടിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്ര. പ്രിയപ്പെട്ടവരെ, സഭയൊക്കെയും
ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി, ഉറക്കെ കരഞ്ഞുവെന്നാണ് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്ന. പകൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ ദൈവവും ഭാഗം നിലവിളിക്കുന്ന ദൈവവൈതല് മടിയില്ലാതെ, അല്ലെ, ദൈവവും ഭാഗം നിനക്ക് നിലവിളിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. തലമുറകൾക്ക് വേണ്ടി നാളുകളായി നിലവിളിക്കുന്ന കരയുന്ന ദൈവവൈതലെ, അത് ദൈവഹിതമാണ്. നിലവിളിക്കുന്നവരുടെ നിലവിളിക്ക് മുമ്പിൽ ദൈവത്തിന് കരുണ തോന്നുമെന്ന് നിങ്ങൾ ഇന്ന് പകൽക്കാലം അറിയണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവൻ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒന്ന്, നഷ്ടത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകണം. ആദ്യം ഉണ്ടാകേണ്ടത് അതാണ്, നഷ്ടത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നഷ്ടമുണ്ടായി, എന്റെ തലമുറ നഷ്ടമായി തിരിച്ചറിയണം കേട്ടോ. ഒരുപക്ഷെ അവർ പള്ളിയിലൊക്കെ വന്നിരിക്കുന്നുണ്ടായിരിക്കാം, പാടുന്നൊക്കെ ഉണ്ടായിരിക്കാം. അവർ നഷ്ടമായോ എന്നുള്ളത് അവരെ ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കണം. അവരുടെ ആത്മജീവിതം എങ്ങനെയുണ്ട്, അവരെങ്ങനെയാ മുന്നോട്ട് പോകുന്നത്, അല്ലെ, പ്രിയപ്പെട്ടവരൊക്കെ നഷ്ടമാകുന്നത് എങ്ങനെയാ, ഇതിനെക്കുറിച്ചൊന്ന് തീരുമാനിക്കണം കേട്ടോ. അവിടെ ആത്മജീവിതത്തെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കണം, ദൈവത്തോട് നിലവിളിക്കണം. കർത്താവേ, ഞാൻ ഈ പറഞ്ഞതിന്റെ കാര്യം ഈ ആത്മമണ്ഡലത്തിൽ ഇന്ന് ഒരു നല്ലൊരു ശതമാനവും പുറമേ ഉള്ള ആത്മീയമാണ്. തുറന്നു പറയുന്നതിൽ എനിക്ക് മടിയില്ല, അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. പാട്ടും പ്രാർത്ഥനയും ഒരുപക്ഷെ വലിയ ആരാധനയും ഒക്കെ കാണിക്കും. പക്ഷേ ഇതിനകത്തൊക്കെ പുറമേ ഉള്ളതാണെങ്കിൽ ശരിക്കും പലരെയും ശത്രു അപഹരിച്ചിരിക്കുക, ലോകം അപഹരിച്ചിരിക്കുക, അല്ലേ? സ്തോത്രം. യഥാർത്ഥ ആത്മീയതയിലേക്ക് ജനം മടങ്ങി വരണം, കുഞ്ഞുങ്ങൾ മടങ്ങി വരണം, ശത്രുവിന്റെ കരങ്ങളിൽ അവർ പുറപ്പെട്ട് വെളിയിൽ വരണം, യഥാർത്ഥ ആത്മീയ അനുഭവത്തിലേക്ക് വരണം. അതിനെ ജനം പ്രാർത്ഥിക്കുവാനിടയാകട്ടെ, അല്ലെ? അവർ തിരിച്ചറിയണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാകണമെന്നുള്ളതാണ്. സ്തോത്രം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, കാര്യം തിരിച്ചറിഞ്ഞാൽ, അയ്യോ, ശത്രു അവരെ അപഹരിച്ചു കളഞ്ഞു. സ്തോത്രം. ഇത് ഞാൻ ഈ പറഞ്ഞത് ഇതെല്ലാം പലതും ശരിയായ ആത്മീയമല്ല. നമ്മുടെ ആളുകളൊക്കെ കാണിച്ചു കൂട്ടുന്നത് പലതും അഭിനയമാണെന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലെ വരെ നല്ലപോലെ പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും എന്നൊക്കെ നമ്മൾ തോന്നിയവര് പിറ്റേ ദിവസം രാവിലെ ഒരു സുപ്രഭാതത്തിൽ കേൾക്കുന്നവൻ പിന്മാറിപ്പോയി, അല്ലെങ്കിൽ ഇന്ന മണ്ഡലത്തിൽ പോയി, ഇന്നടത്തേക്ക് പോയി, അവൻ തകർന്നു പോയി എന്നൊക്കെയുള്ള വാർത്ത കേൾക്കുമ്പോഴേ അറിയുന്ന അവൻ ഇത്ര നാൾ പാടിയത് എന്തായിരുന്നു, ഇത്ര നാൾ പ്രാർത്ഥിച്ചത് എന്തായിരുന്നു, ഇത്ര നാൾ കാണിച്ചു. അതിന്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. അതെല്ലാം ഒരു നല്ലൊരു ശതമാനവും, അല്ലെ, മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യമാണ്. ആന്തരികമായിട്ടുള്ള വ്യത്യാസം വന്നിട്ട് ദൈവത്തോടുള്ള ബന്ധമുണ്ടായിട്ട് ശരിയായ ഒരു ആത്മ നിലവാരത്തിലുള്ള ആരാധനയോ പ്രാർത്ഥനയോ, അല്ലെ, ആത്മീകതയിൽ വളർന്ന ഒരു അനുഭവം അല്ല പലർക്കും. പലരും ഈ പുറം, അല്ലെ, മോടിയിലാണ് ഈ കാര്യങ്ങളൊക്കെ കാണിക്കുക. ഇന്ന് ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനം അനുതാപത്തോടെ മടങ്ങി വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവരും ഒക്കെ ദൈവമുഖത്തേക്ക് തിരിയുന്ന ഒരു കാലം വരണം. അതിനുവേണ്ടി നാം നിലവിളിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവും ഭാഗ സാഷ്ടാംഗം അതിനുവേണ്ടി നിലവിളിക്കട്ടെ. ജനം തിരിച്ചറിയട്ടെ, ആമേൻ, നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാകട്ടെ. അങ്ങനെയുള്ള ബോധ്യം നമുക്കുണ്ടായാൽ നാം ദൈവവും ഭാഗ നിലവിളിക്കുവാനിടയാകണം. പ്രൈസ് ദി ലോർഡ്. ജനം നിലവിളിച്ചാൽ ദൈവം നിശ്ചയമായും പ്രവർത്തിക്കും. ഞാൻ മൂന്നാമത്തെ കാര്യമായി നിങ്ങളോട് പറയുന്നത്, ഒന്ന് നിന്ന് ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ഈ നഷ്ടം ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഇവർ അപഹരിക്കപ്പെട്ടത്? അതിന് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം. ഞാൻ ആ പറഞ്ഞതിൻ്റെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ, സിക്ലാഗിൽ അമാല്യക്കാർ വന്ന് ഈ നാശമൊക്കെ ഉണ്ടാക്കിയത്, അപഹരിച്ചുകൊണ്ട് പോയതിന്റെ കാരണമൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദാവീദ് തന്റെ കൂടെയുള്ളവരും സിക്ലാഗിൽ ഇല്ലായിരുന്നു. അതിന്റെ പശ്ചാത്തലമൊന്നും വിശദമായി പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫെലിസ്ത്യ രാജാവായ ആഖീഷിന്റെ കൂടെ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ, തന്റെ സ്വന്തം സഹോദരന്മാരോട് യുദ്ധം ചെയ്യുവാൻ ദാവീദ് പോയിരിക്കുകയാണ്. സ്തോത്രം. ദാവീദ് അവിടെ പോയിരിക്കുകയാണ്. എന്നാൽ ആ യുദ്ധത്തിന് ദാവീദ് പങ്കെടുത്തില്ല. കാരണം അവിടെയുള്ള ചിലര് പ്രശ്നമുണ്ടാക്കി, ദാവീദ് വന്നാൽ ചതിക്കും, കൂടെ നിന്ന് പുറകിൽ നിന്ന് നമ്മളെ ആക്രമിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ദാവീദിനെ ആഖീഷ് തിരിച്ചുവിടുകയാണ്. പൊയ്ക്കോ, നീ തൽക്കാലം പൊയ്ക്കോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ദാവീദ് ഈ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു പോകുന്ന സമയം, ഇതിന്റെ ഇടയ്ക്കുള്ള ഈ ഗ്യാപ്പിലുള്ള സമയത്താണ് അമാല്യക്കാർ വന്ന് സിക്ലാഗും തെക്കേ ദേശവും ആക്രമിക്കുന്നതും തന്റെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരുടെ കുടുംബത്തെയും ഒക്കെ അപഹരിക്കുന്നതും സമ്പത്ത് കൊള്ളയടിക്കുന്നതും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അതിനകത്തൊരു വലിയ ദൂതുണ്ട്. എന്തുകൊണ്ട്
അമാലേക്കർ വന്ന് സിക്ലാഗ് ആക്രമിച്ചു, തന്റെ കുടുംബത്തെ അപഹരിച്ചു കൊണ്ടുപോയി എന്ന ചോദ്യത്തിന്റെ ഉത്തരം ദാവീദിന്റെ ആബ്സൻസ് ആണ് ആ വലിയ നഷ്ടമുണ്ടാക്കിയത്. എന്ന് പറഞ്ഞാൽ ദാവീദ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, കൂടെയുള്ളവൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ശത്രുവിന് അവിടെ ആക്രമിക്കാൻ പറ്റുകയില്ലായിരുന്നു. കാരണം ദാവീദിനെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നവൻ പോരാളിയാണ്. സ്തോത്രം. ദാവീദ് ചെന്നിടത്തൊക്കെയും ദൈവം ദാവീദിന് ജയം നൽകി. ദാവീദിന് മേൽ ദൈവത്തിന്റെ അഭിഷേകം ഉണ്ടായിരുന്നു. ദാവീദ് ശക്തനായ ഒരു പോരാളിയാണ്. അവനവിടെ ഉള്ളപ്പോൾ, അവന്റെ കൂടെയുള്ളവർ അവിടെ ഉള്ളപ്പോൾ ഒരമാലേക്കരും അവിടെ വരില്ല. അമാലേക്കർ തക്കം പാർത്തിരിക്കുകയായിരുന്നു. ദാവീദ് ഇല്ലാത്ത ഒരു സമയത്ത് ഞങ്ങൾക്ക് ഈ ദേശം ആക്രമിക്കണം. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനൊരു ദൂത് പറയാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുറകളെ, നമ്മുടെ സഭാജനത്തെ, നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ശത്രു ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. എന്താണ് ആ വീഴ്ച? പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുകയാണ് ഇവരെ. ഒരു കുടുംബത്തെ, ആ കുടുംബത്തിന്റെ കുടുംബനാഥനെ പേരൻസിനെ, പ്രിയപ്പെട്ടവരെ, പിതാവിനെ, മാതാവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് തലമുറകളെ. ഒരു പരിധിവരെ എന്താ ഉത്തരവാദിത്വം അറിയാമോ? അവർക്ക് വേണ്ടി ദൈവത്തോട് നിലവിളിക്കുവാൻ, പ്രാർത്ഥനയിൽ സംരക്ഷണം ഒരുക്കുവാൻ, അവരെ ദൈവമുമ്പാകെ പ്രാർത്ഥിച്ച് സംരക്ഷിക്കുവാൻ, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുവാൻ. കർത്താവേ, നീ എന്റെ കുടുംബത്തെ അവൻ സഹായിക്കണമേ, എന്റെ കുടുംബത്തെ പരിപാലിക്കണമേ, ശത്രു അവരെ കാണാതെ, ദുഷ്ടനവരെ തൊടാതെ അവരെ പരിപാലിക്കണമെന്ന് നിലവിളിച്ച് കരയുവാൻ. സ്തോത്രം. ഇയ്യോബ് തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥനയുടെ സംരക്ഷണം ഒരുക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ഇവിടെ ഇല്ല. അക്ഷരികമായി അവരെ സംരക്ഷിക്കുന്നത് ദാവീദാ. തന്റെ വാൾ ഉപയോഗിച്ച, തന്റെ ആയുധം തന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്താൽ താനൊരു പോരാളിയാകയാൽ താൻ യുദ്ധം ചെയ്യും. എന്നാൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് പോരാടുവാൻ നമുക്ക് ആയുധമില്ല. ആയുധം ഉപയോഗിച്ചുള്ള യുദ്ധമല്ല നമുക്കുള്ളത്. നമ്മുടെ ആയുധങ്ങളോ, തിരുവെഴുത്ത് പറയുന്നു, പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളതാ. ഇന്ന് രണ്ട് ദൂത് ഞാൻ പറയാം, രണ്ട് കാര്യം. ഒന്ന്, എവിടെയൊക്കെയോ നമ്മുടെ മേൽ പ്രാർത്ഥിച്ച് ജയമെടുക്കേണ്ടതിന് ആത്മശക്തിക്ക് കുറവ് വന്നു. രണ്ട്, പ്രാർത്ഥനാ ജീവിതത്തിൽ ഇടിവ് വന്നു. പ്രാർത്ഥിക്കേണ്ട സമയത്ത് ദാവീദ് സ്വന്തം താല്പര്യം രക്ഷിക്കുവാൻ, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ആക്കീശിനോടൊത്ത് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ പോയിരിക്കുക. പലപ്പോഴും നമ്മുടെ ജോലി, നമ്മുടെ ബിസിനസ്, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ സൗകര്യങ്ങൾ, നമ്മുടെ നേട്ടങ്ങൾ, അതിനുവേണ്ടി ഭൗതികമായ കാര്യത്തിനു വേണ്ടി ഓടുന്നതിനിടയിൽ, അധ്വാനിക്കുന്നതിനിടയിൽ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സമയമില്ലാതായി പോയി. അവരെ ദൈവമുമ്പാകെ സമർപ്പിക്കുവാൻ സമയമില്ലാതായി പോയി. സഭയ്ക്കതിന് നേരമില്ലാതായി പോയി. ദൈവദാസന്മാർക്ക് അതിന് കഴിവില്ലാതായി പോയി. പേരൻസിന് കഴിവില്ലാതായി പോയി. സ്തോത്രം. ആത്മശക്തിയിൽ കുറവ് വന്നു. സ്തോത്രം. ഉപദേശത്തിൽ അവരെ ഉപദേശിച്ച് നിലനിർത്തേണ്ടത് നമുക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഉപദേശ പിശകുകളിൽ അവർ വീഴുവാനിടയായി തീർന്നു. പത്യോപദേശത്തിൽ വളർത്തുവാൻ പലപ്പോഴും നമുക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവർ വന്നപ്പോൾ അവരിൽ പലരും അതിൽ വീഴുവാനിടയായി. എത്ര വലിയ പരാജയം, എത്ര വലിയ പരാജയം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ അപഹരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ടവർ ശത്രുവിന്റെ കരങ്ങളിലായിട്ടുണ്ടെങ്കിൽ, തലമുറ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിലൊരു നല്ല പങ്കും നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ വീഴ്ചയുടെ ഫലമാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ പരാജയമാണ്. നമ്മുടെ വിശ്വസ്തതയുടെ പരാജയമാണ്. നമ്മിൽ ആത്മശക്തി കുറഞ്ഞതിന്റെ പരാജയമാണെന്നുകൂടെ ഒന്ന് തുറന്ന് സമ്മതിക്കുവാൻ എത്ര പേർക്ക് തയ്യാറുണ്ട്? സ്തോത്രം. ഒരുപക്ഷെ ഈ കാര്യമൊന്നും ആളുകൾ സമ്മതിക്കുകയില്ല. ആളുകളുടനെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു പക്ഷേ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമുണ്ട്. നമ്മളിങ്ങനെ പിള്ളേരുടെ കൂടെ നടക്കാൻ പറ്റുമോ? നമ്മളിങ്ങനെ വിശ്വാസികളുടെ പുറകെ നടക്കാൻ പറ്റുമോ? പുറകെ നടന്ന് നമ്മൾ എങ്ങനെ സഹായിക്കും? അവരെവിടെല്ലാം പോകുന്നതാണ്, ഏതെല്ലാം ആളുകളുമായി സംഭാഷിക്കുന്നതാണ്. അതിന്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പുറകെ പോകാൻ പറ്റില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പുറകെ എപ്പോഴും പോകാൻ പറ്റില്ല. പക്ഷേ പോകാൻ പറ്റുന്ന ഒരുവനുണ്ട്, സഹായിക്കാൻ പറ്റുന്ന ഒരുവനുണ്ട്. സ്തോത്രം. അവിടുന്ന് സഹായകനായി വരും. അതിന് നാം എന്ത് ചെയ്യണം? ദൈവത്തോട് അപേക്ഷിക്കണം. സ്തോത്രം. ദൈവത്തോട് നിലവിളിക്കണം. ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. സ്തോത്രം. നമ്മുടെ ഉത്തരവാദിത്വം നാം ചെയ്തിരുന്നെങ്കിൽ കർത്താവ് ഇറങ്ങി പ്രവർത്തിച്ചേനെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥനാ കുറവുകൾ, നമ്മുടെ പോരാടുവാനുള്ള, ശത്രുവിനോട് പോരാടുവാനുള്ള ശക്തിയുടെ കുറവ്. സ്തോത്രം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ അന്ത്യകാലത്ത് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. എഫേസ്യ ലേഖനത്തിൽ നിന്ന് തുടർച്ചയായി ചില ദൂതുകൾ സംസാരിക്കുവാൻ ഞാൻ അടുത്ത ദിവസം മുതൽ ദൈവസ്ഥല ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം.
നമ്മുടെ വീഴ്ച നമ്മൾ തിരിച്ചറിയണം. പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. പ്രാർത്ഥനയിലെ ഇടിവുകൾ ശത്രു പ്രവർത്തിക്കുവാൻ ഇടയായിട്ടുണ്ട് എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. സ്തോത്രം. പത്രോസിനോട് കർത്താവ് പറഞ്ഞതുപോലെ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞില്ല. സ്തോത്രം. പ്രാർത്ഥനയിൽ ശത്രുവിനോട് പോരാടുവാൻ കഴിഞ്ഞില്ല. ആത്മമണ്ഡലത്തിൽ യുദ്ധം ചെയ്യുവാനുള്ള കരുത്ത് നമുക്കില്ലാതെയായിപ്പോയി. നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കും ലാഭങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി നാം ഓടാൻ തുടങ്ങി. സംഭവിച്ചതെന്താ? തലമുറകൾ നഷ്ടമായി തുടങ്ങി. പ്രിയപ്പെട്ടവർ ശത്രു അപഹരിക്കാൻ തുടങ്ങി. നന്മകൾ ചോരാൻ തുടങ്ങി. എന്നാൽ അത് തിരിച്ചറിയാതെ നമ്മളിപ്പോഴും ജീവിക്കുകയാ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നഷ്ടം തിരിച്ചറിയുന്നില്ല. പഴയ നിയമത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് ശിംശോന്റെ കാര്യം. ശിംശോനെ കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുന്നു, യഹോവ തന്നെ വിട്ടു എന്നറിയാതെ താൻ മുമ്പിലത്തെ പോലെ എഴുന്നേറ്റ് നിന്നു, കുടഞ്ഞു നോക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവകൃപ നഷ്ടമായി, നമ്മൾ തിരിച്ചറിയുന്നില്ല. അഭിഷേകത്തിൽ കുറവ് വന്നു, നമുക്ക് തിരിച്ചറിയുന്നില്ല. നമ്മിൽ പറഞ്ഞിരിക്കുന്ന ആത്മശക്തിയിൽ കുറവ് വന്നു, നമ്മൾ തിരിച്ചറിയാതെ ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മശക്തിയിലേക്ക് നമ്മളൊന്ന് മടങ്ങി വന്നാൽ, നമ്മുടെ തെറ്റിന്ന് പകലൊന്ന് തിരിച്ചറിഞ്ഞ്, സ്തോത്രം, അവർ വീണിട്ടുണ്ടെങ്കിൽ, അവർ തകർന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് പറ്റിയ ചില തെറ്റുകളും അതിനകത്ത് കാരണമാണ്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല, പോരാടേണ്ടതുപോലെ പോരാടാൻ കഴിഞ്ഞില്ല, ഉപവസിക്കേണ്ടതുപോലെ ഉപവസിക്കാൻ കഴിഞ്ഞില്ല. എന്റെ ജീവിതത്തിലെ അവിശ്വസ്തത, എന്റെ ജീവിതത്തിലെ ചില പരാജയങ്ങള്, എന്റെ ജീവിതത്തിലെ ചില കുറവുകൾ ശത്രു പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നുവെന്ന് തുറന്ന് സമ്മതിക്കണം. തുറന്ന് സമ്മതിക്കുന്നവര്, സ്തോത്രം, ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. നഷ്ടങ്ങൾ നികത്തുവാൻ, ശത്രു അപഹരിച്ചു കൊണ്ടുപോയത് തിരികെ പ്രാപിക്കുവാൻ എന്തു ചെയ്യണം? 3 കാര്യങ്ങൾ. 1, നഷ്ടത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകണം. സ്തോത്രം. തിരിച്ചറിയണം. നഷ്ടമായിരിക്കുന്നു, തലമുറകൾ നഷ്ടമായിരിക്കുന്നു, പ്രിയപ്പെട്ടവർ നഷ്ടമായിരിക്കുന്നു, അവരുടെ ദൈവബന്ധത്തിന് കുറവ് വന്നിട്ടുണ്ട്. നഷ്ടം തിരിച്ചറിയുക. 2, നഷ്ടം തിരിച്ചറിഞ്ഞാൽ നിസ്സംഗതയോടെ ജീവിക്കുകയല്ല. ഇനി എന്ത് ചെയ്യാനാ, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്നല്ല, അനുഭവിക്കുന്നത് അനുഭവിക്കാമെന്നല്ല, ബലമില്ലാതാകുവോളം കരഞ്ഞതുപോലെ, ഇസ്രായേൽ മക്കൾ രാത്രി മുഴുവനും നിലവിളിച്ചതുപോലെ, സ്തോത്രം, ദൈവസന്നിധിയിൽ നിലവിളിയോടെ, പ്രാർത്ഥനയോടെ, കണ്ണുനീരോടെ വിഷയത്തിന് മുമ്പിൽ ഇരിക്കാമെങ്കിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകും. നിലവിളിക്കുക, നഷ്ടത്തെ ഓർത്ത് വിലപിക്കുക. 3ാമത്തെ കാര്യം, നഷ്ടത്തിൽ നമ്മുടെ പങ്കെന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി ഒന്ന് മാനസാന്തരപ്പെടുക. കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. കർത്താവേ, എന്റെ കുറവാണ്, എന്റെ പ്രാർത്ഥനയുടെ കുറവാണ്, എന്റെ വിശ്വസ്തതയുടെ കുറവാണ്. ഞാൻ പോരാട്ടം നടത്തിയില്ല, ഞാൻ ഉപവസിച്ചില്ല, ഞാൻ ദൈവസന്നിധിയിൽ നിലവിളിച്ചില്ല, ഞാൻ അവർക്ക് വേണ്ടി കരഞ്ഞില്ല, എന്റെ സ്വന്തം നേട്ടത്തിന് വേണ്ടി ഞാൻ ജീവിച്ചു. എന്റെ അവിശ്വസ്തത നമുക്കൊന്ന് തുറന്ന് സമ്മതിക്കുവാനിടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെയ്താൽ കർത്താവ് നമ്മളോട് ക്ഷമിക്കുകയും ആത്മശക്തിയാൽ നമ്മളെ നിറയ്ക്കുകയും ചെയ്യും. 4ാമത്തെ പടി അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ദാവീദ് കരയുവാനിടയായി. കരഞ്ഞ് നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 6ാം വാക്യം, അതാണ് നമ്മൾ ഒരു വാക്യം വായിച്ചത്. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തന്റെ ഹൃദയം താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. നോക്കണേ, ഒരു വലിയ പ്രതിസന്ധി വരികയാണ്. കാരണം അവരുടെ ഭാര്യമാര്, മക്കള് എല്ലാം നഷ്ടമായിരിക്കുകയാണ്. അവർ നോക്കുമ്പോൾ കാരണക്കാരൻ ദാവീദ് പറഞ്ഞിട്ടാണ് ഇവർ യുദ്ധത്തിന് കൂടെ പോയത്. അവർ ദാവീദിനെ കല്ലെറിയാൻ തുടങ്ങുക. ആ കല്ലെറിയുന്ന തൊട്ട് മുമ്പ് വരെ ദാവീദിന്റെ അവസ്ഥ, ദാവീദ് കരഞ്ഞ് നിലവിളിച്ച ബലമില്ലാതാകൂളം ഉറക്കെ കരയുകയാണ്. തികച്ചും ബലഹീനനായി നിൽക്കുകയാണ്. ജനം പറഞ്ഞു ഇവനെ കല്ലെറിയണം. പ്രൈസ് ദി ലോർഡ്. ദാവീദ്, നാം വായിക്കുന്നത്, പെട്ടെന്ന് ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഇതാണ് എൻ്റെ 4ാമത്തെ വിഷയം. ജീവിതത്തിൽ നഷ്ടമായി പോയത് മടക്കിക്കൊണ്ടുവരണമെങ്കിൽ, സ്തോത്രം, നാം ഈ ദിവസങ്ങളിൽ ധൈര്യം ഏറ്റെടുക്കണം. എന്ത് ധൈര്യമാണ്? സ്തോത്രം, നമ്മുടെ സ്വന്തം ബലത്തിൽ ആശ്രയിച്ച ധൈര്യമല്ല, ആളുകൾ കൂടെ ഉള്ളതിന്റെ ധൈര്യമല്ല, പണം ഉള്ളതിന്റെ ധൈര്യമല്ല. ഈ ധൈര്യങ്ങൾ കൊണ്ടൊന്നും നമുക്ക് നഷ്ടം നികത്താൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വായിക്കുന്നത്, ദാവീദ് തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു.
ദൈവത്തിൽ ധൈര്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ആത്മികൻ പ്രതിസന്ധിയുടെ നടുവിൽ, പ്രശ്നത്തിന് നടുവിൽ ദൈവത്തിലുള്ള ധൈര്യം ഏറ്റെടുക്കണം. നാം ദൈവത്തിൽ ധൈര്യപ്പെടണം. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു. 2 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിൽ, ആസിയയിൽ വെച്ച് വലിയ കഷ്ടമുണ്ടായി, ജീവനോടിരിക്കുമോ എന്ന് ഞങ്ങൾ നിരാശ തോന്നി, ഞങ്ങൾ ശക്തിക്കുമീതെ അത്യന്തം ഭാരപ്പെട്ടു. സ്തോത്രം. പക്ഷേ അങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ പൗലോസിന് മനസ്സിലായി, ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ ജീവിതം ഇവിടെ അവസാനിക്കും. സ്തോത്രം. അങ്ങനെ അവസാനിക്കേണ്ടതല്ല ഞങ്ങളുടെ ജീവിതം. 9-ാം വാക്യം പറയുന്നു, അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്നുള്ളിൽ നിർണയിക്കേണ്ടി വന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം കണ്ടോ? മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ തക്കവണ്ണം എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൽ ആശ്രയിക്കുവാൻ. ഞങ്ങളിലല്ല എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി ആശ്രയിച്ച് നിലനിൽക്കാൻ പറ്റില്ല. ബലം പോയി, ശക്തി പോയി, കരുത്ത് പോയി. പകരം ദൈവത്തിൽ ആശ്രയിക്കുക. 10-ാം വാക്യം, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അവിടെ പറയുക, പൗലോസ് പറയുക, ഞങ്ങൾ ദൈവത്തിൽ ആശ വെച്ചു. പ്രിയപ്പെട്ടവരെ, ധൈര്യം ഏറ്റെടുക്കണം. മനുഷ്യനിലല്ല, സമ്പത്തിലല്ല, കൂടെ ഉള്ളവരിലല്ല, ദൈവത്തിൽ ആശ്രയിക്കുന്ന ജനം. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ട്, നഷ്ടമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സ്തോത്രം, ഇങ്ങനെ കരഞ്ഞ് എപ്പോഴും ദുഃഖിച്ചിരിക്കുന്നുകൊണ്ട് കരയണം നിശ്ചയമായി. പക്ഷേ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാനല്ല. നിനക്കൊരു യുദ്ധമുണ്ട്, നിനക്കൊരു വലിയ പോരാട്ടമുണ്ട്. അതുകൊണ്ട് നീ ബലമേറ്റെടുത്തേ പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നാം ഇങ്ങനെ വായിക്കുന്നു, ദാവീദ് തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെടുവാനിടയായി. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഈ ദിവസങ്ങളിൽ സ്തോത്രം ദൈവത്തിൽ ധൈര്യപ്പെടേണ്ടത് ആവശ്യമാണ്. പ്രശ്നമൊക്കെ ഉണ്ട്, നിന്നെ ഭീഷണിപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന, നിന്നെ വിഷമിപ്പിക്കുന്ന, നിന്റെ ധൈര്യം ചോർത്തിക്കളയുന്ന കാര്യങ്ങളൊക്കെയാ ചുറ്റും നടക്കുന്ന. പക്ഷേ നീ ധൈര്യപ്പെട്ടേ മതിയാവുകയുള്ളൂ. സ്തോത്രം. നീ ധൈര്യം ഏറ്റെടുത്തേ പറ്റുകയുള്ളൂ. കാരണം നിനക്കിനി മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ. നഷ്ടമായതൊക്കെ നിനക്ക് തിരിച്ച് നേടിയേ പറ്റുകയുള്ളൂ. അതിന് നീ ധൈര്യപ്പെട്ടേ മതിയാവുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. സങ്കീർത്തനം 56-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിക്കുക. 27-ാം സങ്കീർത്തനം 1-ാം വാക്യം എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം. ഇന്ന് പകൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷേ സ്തോത്രം, യഹോവ നമ്മുടെ വെളിച്ചമാണ്, അവൻ നമ്മുടെ രക്ഷയാണ്, അവൻ നമ്മുടെ ജീവന്റെ ബലമാണ്. നമ്മൾ ആരെ ഭയപ്പെടും? ആരെ പേടിക്കും? നഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങളുണ്ട്, കുടുംബത്തിനകത്ത് പ്രശ്നമുണ്ട്, തലമുറകൾ വിടുവിക്കപ്പെട്ടിട്ടില്ല, അവരെ ശത്രു അപഹരിച്ചിരിക്കുന്നു. പക്ഷേ ഇന്ന് പകൽ യഹോവ ജീവന്റെ ബലമാകിയാൽ നീ ധൈര്യത്തോടെ ദിവസങ്ങളിൽ എഴുന്നേൽക്കുവാനിടയായി തീരണം. സ്തോത്രം. 27-ാം സങ്കീർത്തനം 14-ാം വാക്യം നമ്മളോട് പറയുന്നത് പോലെ, യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അപ്പൊ ജീവിതത്തിൽ നഷ്ടം നികത്തണമെങ്കിൽ, ശത്രു അപഹരിച്ചു കൊണ്ടുപോയത് നാം നേടണമെങ്കിൽ ഈ ദിവസങ്ങളിൽ യഹോവയിൽ ധൈര്യപ്പെടണം. സ്തോത്രം. ചിലർക്ക് ധൈര്യമില്ല ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ധൈര്യമുണ്ടെങ്കിലേ നമുക്ക് പോരാടാൻ കഴിയുള്ളൂ. ധൈര്യമുണ്ടെങ്കിലേ നമുക്ക് ശത്രുവിന്റെ ഇവിടെ നേരിടാൻ കഴിയുള്ളൂ. ധൈര്യമുണ്ടെങ്കിലേ നമുക്ക് ചിലത് പ്രാപിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അത് പണത്തിലുള്ള ധൈര്യമല്ല, വ്യക്തികളിലുള്ള ധൈര്യമല്ല. യഹോവയായ ദൈവത്തിൽ, അവൻ ജീവന്റെ ബലമാകയാൽ, അവൻ നമുക്ക് തുണയാകയാൽ, അവൻ നമ്മുടെ സങ്കേതമാകയാൽ ദൈവത്തിൽ ഞാനും നിങ്ങളും ധൈര്യപ്പെടണം. ദാവീദ് ദൈവത്തിൽ ധൈര്യപ്പെട്ടു. തൊട്ടടുത്ത വാക്യം 7-ാം വാക്യം പറയുന്നത് ദൈവത്തോട് ആലോചന ചോദിച്ചു എന്നുള്ളതാണ്. സ്തോത്രം. വായിക്കുന്നു, ദാവീദ് അബീമേലെക്കിന്റെ മകനായ അബിയാഥാർ പുരോഹിതനോട് ഏഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു.
അബ്യാഥാർ ഏഫോദ് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. 8-ാം വാക്യം, എന്നാറെ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, ഞാൻ അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. ദൈവാലോചന ചോദിക്കുകയാണ്. നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളും എന്ന് അരുളി ചെയ്തു. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. 5-ാമത്തെ കാര്യം ദൈവാലോചന ചോദിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏത് കാര്യത്തിനും മുന്നോട്ട് പോകുമ്പോൾ കർത്താവിന്റെ ആലോചന പ്രകാരമാണ് ഞാനും നിങ്ങളും പോകേണ്ടത്. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ജീവിതത്തിൽ കഷ്ടങ്ങളിലും പ്രതിസന്ധിയിലുമായിരിക്കുന്ന ആളുകൾ ഓടിപ്പോയി പ്രവാചകനെ വിളിച്ച് ദൂത് കേൾക്കണമെന്നാണോ? ഒരിക്കലുമല്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കാൻ വിശ്വസ്തനാണ്. ദൈവശബ്ദം കേൾക്കാൻ മുട്ടുമടക്കണം. ഒരു പുതിയ നിയമ വിശ്വാസിയെക്കുറിച്ച് വചനം പറയുന്നത്, സ്തോത്രം, ഞാൻ ആടുകളുടെ ഇടയനാണ്. സ്തോത്രം. ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അവൻ എൻ്റെ ശബ്ദം കേൾക്കുകയും അവ എൻ്റെ ശബ്ദം കേൾക്കുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവ ശബ്ദം കേൾക്കാൻ തയ്യാറാകണം. ഈ ദിവസങ്ങളിൽ എന്താ നമ്മുടെ അടിസ്ഥാന പരാജയം എന്നറിയാമോ? ദൈവശബ്ദം കേൾക്കുന്നതിന് കഴിവ് നഷ്ടപ്പെട്ടതാ. ദൈവം സംസാരിക്കാത്തത് കൊണ്ടല്ല, ദൈവം അന്നും ഇന്നും എന്നും നമ്മോട് സംസാരിക്കുന്നതിനാ. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞ, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്താ ദൈവശബ്ദം കേൾക്കാൻ കഴിയാത്തത്? നമ്മുടെ ചെവി മന്ദമായിരിക്കുന്നു. ദൈവശബ്ദം കേൾക്കാതെ വണ്ണം നമുക്ക് ദൈവശബ്ദം കേൾക്കാതെ വണ്ണം നാം ദൈവത്തിൽ അകന്നു നിൽക്കുന്നു. ദൈവശബ്ദം കേൾക്കാൻ എന്താ മാർഗം? ദൈവത്തോട് അടുത്തു വരിക, പാപം ഏറ്റുപറയുക, ദൈവസന്നിധിയിൽ നിലവിളിക്കുക, വിശ്വാസത്തോടെ ദൈവത്തിൽ ഇരിക്കുക. ദൈവം നമ്മോട് സംസാരിക്കും. അല്പസമയം വേറിട്ട് ദൈവത്തിൽ ഇരുന്നേ, വചനത്തിന് മുമ്പാകെ ഇരുന്നേ, ദൈവം നമ്മോട് ഇടപെടുവാനിടയായി തീരും. ദൈവശബ്ദം കേൾക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ ജീവിതത്തിൽ ഏത് കാര്യത്തിന് മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുമ്പോഴും ദൈവശബ്ദം കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദാവീദ് ദൈവശബ്ദം കേട്ടു. ദൈവം പറയുക, പിന്തുടരുക. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ ജീവിതത്തിൽ നഷ്ടങ്ങളെ ഓർത്ത് വിലപിച്ച് ദൈവം മുമ്പാകെ കരഞ്ഞ് ആ നഷ്ടത്തിന് മടക്കി കിട്ടുവാനായി ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നിങ്ങളോട് നെഗറ്റീവായി പറയുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ദൈവത്തിന്റെ ഹിതമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കിക്കൊണ്ട് വരണം. നിങ്ങളുടെ തലമുറ വിടുവിക്കപ്പെടണമെന്നുള്ള ദൈവഹിതമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവിക രക്ഷയിലേക്ക് മടങ്ങി വരണമെന്നുള്ളത് ദൈവഹിതമാണ്. നിശ്ചയമായും ദൈവം നിങ്ങളോട് സംസാരിക്കും. നീ എത്തിപ്പിടിക്കും. എന്താ എത്തിപ്പിടിക്കുക? തുടർന്ന് അങ്ങോട്ട് നമ്മൾ വായിക്കുന്നത്, ദാവീദ് അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു. നമുക്ക് യുദ്ധമൊന്നുമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല. പ്രാർത്ഥനയിലാണ് നമ്മൾ പോരാടാൻ തുടങ്ങുന്നത്. പ്രാർത്ഥനയിലാണ് നമ്മൾ യുദ്ധം ചെയ്യാൻ തുടങ്ങുന്നത്. അവൻ മുഴങ്കാല് മടക്കാൻ തുടങ്ങുക. അതിനു മുമ്പ് ആത്മശക്തി പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവസ്ഥലിൽ കാത്തിരുന്ന് ദൈവശക്തി പ്രാപിച്ച് ദൈവകൃപ പ്രാപിച്ച് മുഴങ്കാൽ മടക്കിയ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, സ്തോത്രം, ആത്മാവിൽ യുദ്ധം ചെയ്യാൻ തുടങ്ങിയാൽ നഷ്ടപ്പെട്ടതിനെ നമ്മൾ തിരികെ പ്രാപിക്കാനിടയായി തീരും. ദാവീദ് സകലവും തിരികെ പ്രാപിക്കാനിടയായി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലം അടക്കാൻ താല്പര്യമുണ്ടോ? ദൈവശക്തി ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടോ? പ്രാർത്ഥനയിൽ പോരാടുവാൻ തയ്യാറുണ്ടോ? നിശ്ചയമായും നിങ്ങൾ സകലവും എത്തിപ്പിടിക്കുവാനിടയായി തീരും. ദാവീദിനെ കുറിച്ച് അവിടെ വായിക്കുന്നു, അവൻ സകലവും അവൻ എത്തിപ്പിടിക്കുവാനിടയായി. നമ്മൾ ഇങ്ങനെയാണ് വാക്യം വായിക്കുന്നത്. നാം അതിന് 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അമാലേക്കർ അപഹരിച്ചു കൊണ്ടുപോയിരുന്നതൊക്കെയും ദാവീദ് മടക്കി കൊണ്ടുവന്നു. അല്ലെ, അമാലേക്കർ അപഹരിച്ചു കൊണ്ടുപോയതൊക്കെയും ദാവീദ് മടക്കി കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, സകലതും തിരികെ പ്രാപിക്കാൻ പറ്റും. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പ്രാപിക്കാൻ പറ്റും. യുദ്ധം ചെയ്യണം കേട്ടോ. അത് യുദ്ധം എന്ന് പറയുന്നത് പ്രാർത്ഥനയിലുള്ള യുദ്ധമാണ്, ആത്മീക പോരാട്ടമാണ്. അതിന് നമുക്ക് ശക്തി വേണം. ദൈവത്തിന്റെ ഹിതമെങ്കിൽ അടുത്ത ദിവസം മുതൽ ആത്മശക്തി പ്രാപിച്ച് എങ്ങനെയാണ് ആത്മീക പോരാട്ടം നടത്തേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് തുടർച്ചയായിട്ട് അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കും. എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകണം, വചനം കേൾക്കണം. ഈ ദിവസങ്ങളിൽ യുദ്ധം ചെയ്യണമെങ്കിൽ ആത്മീയ ശക്തി വേണം. സ്തോത്രം. അമാലേക്കർ അപഹരിച്ചു കൊണ്ടുപോയി, ലോകം അപഹരിച്ചു കൊണ്ടുപോയത്, പിശാച് അപഹരിച്ചു കൊണ്ടുപോയത്, സ്തോത്രം, തിരികെ പ്രാപിക്കണമെങ്കിൽ പ്രാർത്ഥനയിൽ പോരാടണം. സ്തോത്രം. ആ പോരാട്ടത്തിന് നമുക്ക് ആത്മശക്തി വേണം. സ്തോത്രം. എങ്ങനെ നമുക്ക് പോരാടാൻ കഴിയും? എങ്ങനെ ആത്മശക്തി പ്രാപിക്കാൻ കഴിയും? എങ്ങനെ നമുക്ക് മുന്നേറാൻ കഴിയും? അടുത്ത ദിവസങ്ങളിൽ ഈ വചനം ഞാൻ സംസാരിക്കുന്നതാണ്. ഇന്ന് പകൽ നമുക്കൊരിക്കൽ കൂടെ നമ്മളെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. സ്തോത്രം. നഷ്ടപ്പെട്ടത് തിരിച്ചു കൊണ്ടുവരുവാൻ എന്താണ് മാർഗം? 5 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. 1, നഷ്ടത്തെക്കുറിച്ച് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ പടി. എനിക്ക് നഷ്ടം വന്നു, എനിക്ക് നഷ്ടം വന്നിരിക്കുകയാണ്, അതിനെക്കുറിച്ച് തിരിച്ചറിയുക. 2-ാമത്തെ കാര്യം, നഷ്ടത്തെക്കുറിച്ച് വിലപിക്കുക, നിലവിളിച്ച് ദൈവം കരയുക. യേശു പറഞ്ഞതുപോലെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളുടെ മക്കളെ ഓർത്ത് കരവീനെന്ന് പറഞ്ഞതുപോലെ ബലമില്ലാതാകുവോളം ഉറക്ക നിലവിളിക്കുക. 3-ാമത്തെ കാര്യം,
ഈ നഷ്ടത്തിന് എൻ്റെ ഭാഗത്ത് എന്താണ് സംഭവിച്ചത്, എൻ്റെ ഭാഗത്ത് എന്താ തെറ്റാണ് പറ്റിയത്, അല്ലെങ്കിൽ സ്വന്തം തെറ്റിനെക്കുറിച്ച് തിരിച്ചറിയുക. എൻ്റെ ആബ്സെൻസ്, എൻ്റെ പ്രാർത്ഥനയിലെ പ്രാർത്ഥനയിൽ ഞാൻ അവരെ വഹിക്കുന്നതിൽ എനിക്ക് പറ്റിയ പരാജയം, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലെ ഇടിവുകൾ, എൻ്റെ ആത്മീയ പോരാട്ടത്തിൽ എനിക്ക് വന്ന തകർച്ച, സ്തോത്രം, ദാവീദ് സിക്ലാഗിൽ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ശത്രു വന്ന് അപഹരിച്ചത്. പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിലവിളിക്കുവാനും കരയുവാനും മറന്നുപോയത് കൊണ്ട്, അല്ലെങ്കിൽ അത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ജീവിച്ചത് കൊണ്ട്, പ്രാർത്ഥനയിലെ കരുത്ത് നഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം. തിരിച്ചു വരാം, ആ കുറ്റം ദൈവത്തിൽ ഏറ്റുപറയാം. സ്തോത്രം, അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്തോത്രം, കുറ്റം നമ്മൾ ഏറ്റുപറയുക എന്നുള്ളത്. അടുത്ത കാര്യം നമ്മൾ ചിന്തിച്ചത്, സ്തോത്രം, ധൈര്യപ്പെടുക. ദൈവമായ യഹോവയിൽ ധൈര്യപ്പെടുക. നഷ്ടമൊക്കെ വന്നു, പ്രയാസമൊക്കെ വന്നു, പക്ഷേ ഈ ദിവസങ്ങളിൽ ഒരു ദൈവികമായ ബലം ഏറ്റെടുത്തേ പറ്റുകയുള്ളൂ. കർത്താവിൽ ധൈര്യപ്പെടണം, ധൈര്യപ്പെടണം. ഏത് നഷ്ടത്തിന് മുമ്പിലും ഈ ദിവസങ്ങളിൽ ധൈര്യത്തോടെ നിൽക്കണം. ആ ധൈര്യം ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കണം. ദാവീദ് തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെടുവാനിടയായി. അഞ്ചാമത്തെ കാര്യം, ദൈവത്തിൻ്റെ ആലോചന പ്രാപിക്കുക, മുഴങ്കാലും മടക്കുക, പ്രാർത്ഥിക്കുക. സ്തോത്രം. അവസാന കാര്യം, നാം പ്രാർത്ഥനയിൽ പോരാടി യുദ്ധം ചെയ്ത് സകലതും മടക്കിക്കൊണ്ടുവരും. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരികെ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരികെ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ തലമുറകളെ തിരികെ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ തിരികെ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ശത്രുവിന്റെ കയ്യിൽ ഞാൻ അവരെ കൊടുക്കയില്ല എന്ന് തീരുമാനിക്കേണ്ടത് ആവശ്യമാണ്. ഗിദെയോൻ തീരുമാനിച്ചതുപോലെ. സ്തോത്രം, അല്ലേ? സ്തോത്രം. മിദ്യാനിയർ വന്ന് അവന്റെ വിളവെല്ലാം കൊണ്ടുപോകുമ്പോൾ മിദ്യാനയുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന്, സ്തോത്രം, മുന്തിരിച്ചക്കിന് അരികെ വെച്ച് ഗോതമ്പ് മെതിച്ച ഗിദെയോന്റെ മനോഭാവം പോലെ ശത്രുവിന്റെ കരങ്ങളിൽ ഞാൻ ഇനി എൻ്റെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ചു കൊടുക്കില്ല. അവന്റെ കയ്യിൽ നിന്ന് ഞാൻ പിടിച്ചെടുക്കും, അല്ലേ? ശത്രുവിന്റെ കരങ്ങളിൽ ഇനി ഏൽപ്പിക്കാൻ അനുവദിക്കത്തില്ല. ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ അവർക്ക് വേണ്ടി ഉപവസിക്കും, ഞാൻ പോരാടുമെന്ന് തീരുമാനിക്കുവാൻ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ആകട്ടെ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധനത്തിനുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ശത്രുവായ പിശാച് അപഹരിച്ചു, ലോകം അപഹരിച്ചു. സ്തോത്രം. ഇന്ന് ഞങ്ങൾ ആ നഷ്ടത്തെ തിരിച്ചറിയുന്നു. ആ നഷ്ടത്തെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾ നിലവിളിക്കുന്നു കർത്താവേ. അതിന് ഞങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകൾ ഞങ്ങൾ തിരിച്ചറിയുന്നു. പലപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാഞ്ഞതുകൊണ്ട്, ഇടിവ് നിൽക്കേണ്ടതുപോലെ ഇടിവ് നിൽക്കാഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തെ ആ തെറ്റ് ഇന്ന് ഞങ്ങൾ ഏറ്റുപറയുകയാണ്. കർത്താവേ, ഞങ്ങൾ നിന്നിൽ ധൈര്യപ്പെടുകയാണ്, അങ്ങയിൽ ഞങ്ങൾ ധൈര്യപ്പെടുകയാണ്. കർത്താവേ, ഈ നഷ്ടത്തിന് നടുവിൽ, ഈ പ്രശ്നത്തിന് നടുവിൽ ദൈവമല്ലാതെ മറ്റാരും ഞങ്ങളെ സഹായിക്കാനില്ല. ഞങ്ങൾ അങ്ങിൽ ധൈര്യപ്പെടുകയാണ്. കർത്താവേ, അങ്ങ് ഞങ്ങളോട് ആലോചന പറഞ്ഞല്ലോ, സകലതും മടക്കി കൊണ്ടുവരും. ഞങ്ങൾക്ക് വാഗ്ദത്തം നൽകിയല്ലോ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അങ്ങ് മടക്കി കൊണ്ടുവരുത്തും. അതിന് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു. അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആത്മീയ പോരാട്ടത്തിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. ഇന്ന് വചനം കേട്ട പ്രിയപ്പെട്ടവര് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച നഷ്ടങ്ങൾക്ക് ദൈവം പരിഹാരം വരുത്തണമേ. നഷ്ടമായതൊക്കെ അവർക്ക് തിരികെ കൊടുക്കണമേ. അവിടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവരൊക്കെ മടങ്ങി വരട്ടെ. കർത്താവിനിൽ നിന്ന് അകന്നു പോയവർ മടങ്ങി വരട്ടെ കർത്താവേ. ജീവിതങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണമേ, പരിശുദ്ധാത്മാവ് ഇടപെടണമേ കർത്താവേ. അങ്ങ് തന്നെ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലും മടക്കുവാൻ നിന്റെ ജനത്തിന് അഭിഷേകം കൊടുക്കണമേ. നഷ്ടങ്ങളെ തിരിച്ചറിയുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ കർത്താവേ. നിലവിളിക്കുവാൻ, കരയുവാനുള്ള കൃപ നിന്റെ ജനത്തിന് മേൽ കൊടുക്കണമേ. ഒരു വലിയ ആത്മീയ ജയം, ഒരു മടങ്ങി വരവിന്റെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം സമയം ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.